2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായ മേഖല പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥിതിയാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ. 20% ഹോട്ടലുകളും പൂട്ടിയതായും 60,000 അംഗങ്ങളുള്ള അസോസിയേഷന്റെ പ്രസിഡന്റും പെരുമ്പാവൂരിലെ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിന്റെ ഉടമയുമായ ജി ജയപാലാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഹോട്ടലും 2 ദിവസമായി പ്രവർത്തിക്കുന്നില്ല. പലയിടത്തും ഹോട്ടലുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. LPG സിലിണ്ടർ ഇല്ലാതെ ഹോട്ടലുകൾ പ്രവർത്തിക്കുക പ്രയാസമായ കാര്യമാണ്. ഹോട്ടൽ അടച്ചിട്ടാൽ പോലും തൊഴിലാളികളെ എങ്ങനെ നിലനിർത്തും എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഹോട്ടൽ മേഖലയിൽ ശുചീകരണ തൊഴിലാളികളെ ലഭിക്കാനുള്ള പ്രയാസം അതിലേറെ കഷ്ടമാണ്. ഉള്ളവരിൽ ഭൂരിഭാഗവും ബംഗാളും അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ്. തിരഞ്ഞെടുപ്പിന്റെ പേരിൽ ഇവരിൽ വലിയ വിഭാഗവും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ബാക്കിയുള്ളവരെ ഈ സാഹചര്യത്തിലും പിടിച്ചു നിർത്തണം. വരുമാനമില്ലെങ്കിലും തൊഴിലാളികൾക്ക് ശമ്പളവും ഭക്ഷണവും നൽകി നിലനിർത്തേണ്ട അവസ്ഥയാണ് ഉടമകൾക്ക്. സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിറകടുപ്പ് ഹോട്ടലുകളിൽ അനുവദനീയമല്ല. പാചകത്തിനായി പുതിയ സാങ്കേതിക വിദ്യയിലുള്ള വിറകടുപ്പ്, വൈദ്യുതി പാചക ഉപകരണങ്ങൾ തുടങ്ങിയ ബദൽ മാർഗങ്ങൾ തേടണമെന്നാണ് ഇപ്പോൾ അസോസിയേഷൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. ഓരോ പ്രദേശത്തെയും ഹോട്ടൽ ഉടമകൾ തമ്മിൽ സഹകരിച്ച് പൊതുസ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്ത് സമീപ ഹോട്ടലിലേക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യതകളും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. വിഭവങ്ങൾ കുറച്ച് മെനു പരിഷ്കരിക്കുക, പ്രവർത്തന സമയം പുനഃക്രമീകരിക്കുക തുടങ്ങിയ ബദൽ മാർഗങ്ങളും അസോസിയേഷൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നഗരമേഖലയിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ചോട്ടു സിലിണ്ടറിനും വിൽപ്പനയിൽ കമ്പനികൾ നിയന്ത്രണം കൊണ്ടുവന്നു. നിലവിലുള്ള സ്റ്റോക്ക് മാത്രമാണ് ഇപ്പോൾ വിൽക്കുന്നത്. ചോട്ടു സിലിണ്ടറിന്റെ ക്ഷാമം മുന്നിൽ കണ്ട് അനധികൃതമായി നിരക്ക് കൂട്ടി വിൽപ്പന നടത്തി വരുന്നതായും ആരോപണമുണ്ട്. വിസ്മയ ന്യൂസ്, കൊച്ചി.